ശബരിമലയും ആചാരാനുഷ്ഠാന സംരക്ഷണവും തന്നെയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് അജണ്ടയെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി. കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീംകോടതിയെ അറിയിക്കാം. വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നതായും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. UDF-നെയും LDF-നെയും കടന്നാക്രമിച്ചായിരുന്നു മോദിയുടെ പ്രസംഗം. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുമെന്ന വിവാദ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള നടത്തുകയും ചെയ്തു. UDF-ഉം LDF-ഉം തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും പറഞ്ഞ് ആക്രമണത്തിന് തുടക്കം. അഴിമതിയും വികസനത്തിലെ പിന്നോക്കാവസ്ഥയിലും കേന്ദ്രീകരിച്ചായിരുന്നു വിമർശനം. പിന്നെ ശബരിമല തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമെന്ന് വ്യക്തമാക്കുന്ന വാക്കുകൾ. ശബരിമലയെന്ന് എടുത്തു പറയാതെ കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീംകോടതിയെ അറിയിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കേരള സംസ്കാരത്തെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല. വിശ്വാസങ്ങളെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞുവച്ചു. भारतीय जनता पार्टी का प्रयास होगा कि सुप्रीम कोर्ट के सामने केरल की सैकड़ों वर्ष पुरानी आस्था, परंपरा और पूजा पद्धति का विषय विस्तार से रखा जाए. हमारी सरकार ये भी कोशिश करेगी कि आस्था और विश्वास के विषयों को संवैधानिक संरक्षण मिले. പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു ശബരിമല പ്രചാരണത്തിന് ഉപയോഗിക്കുമെന്ന ശ്രീധരൻപിള്ളയുടെയും വാക്കുകൾ. ശബരിമലയോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാക്കുമെന്ന് ആവർത്തിച്ച് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഐസ്ക്രീം സോളാർ കേസുകൾ നേരിടുന്നവർക്ക് പറയാൻ അർഹതയില്ലെന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞുവെച്ചതോടെ ശബരിമല തന്നെയാണ് കേരളത്തിലെ പ്രചാരണത്തിന്റെ ഊന്നലെന്ന് വ്യക്തമായി. ആചാര സംരക്ഷണവും ശബരിമല വിഷയവും തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഭാഷണം. സഞ്ജു പൊറ്റമലിനും MA ഇർഷാദിനുമൊപ്പം ഷെഫീഖ് നസ്രുള്ള, മീഡിയ 1, കോഴിക്കോട്.